കാശും വേഷവും വേഷാത്തരണേ നീ ഭഗവാനെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ തൊണ്ടേന്ന് വീണ വെള്ളി കുറച്ച് സ്വർണ്ണമാക്കി എന്റെ കൈത്തണ്ടയിൽ തന്നൂടായിരുന്നു നിനക്ക്? നീ വെള്ളി അടിപ്പിച്ചിട്ട് ഇരുട്ടത്ത് നിന്ന് ചിരിക്കല്ലേ? എനിക്ക് കാണണ്ട ഈ മുഖം. സുഗന്ധി, കൃഷ്ണ, നീ എന്റെ വിളി കേട്ടോ? വാ, എന്റെ മുന്നിലേക്ക് വാ. ഞാൻ ബിജുവാണ്. ബിജുവോ? അതേത് ദൈവം? ഓ പെണ്ണെ, ഞാൻ നിന്റെ കർത്താവാ. അല്ല, നിന്റെ ഭർത്താവാ. അയ്യേ, നിങ്ങളായിരുന്നോ? കണ്ണനെ പ്രാർത്ഥിച്ചപ്പോ കള്ളനാണല്ലോ വന്നത് എന്റെ കൃഷ്ണ. നിങ്ങൾ ഇന്നും പണിക്ക് പോയില്ലേ മനുഷ്യ? ഇന്ന് ഞാൻ താമസിച്ചു പോയി. അപ്പൊ ഇന്നലെയോ? അല്ല, അത് പിന്നെ ഇന്നലെ ബസ് നേരത്തെ അങ്ങ് പോയി. എന്റെ ഭഗവാനെ, ഇങ്ങേർക്ക് ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കി കൊടുത്ത അങ്ങ് പളനി പോയി തല മൊട്ടയടിച്ച് ശൂലവും കുത്തി 101 തവണ ശയന പ്രദക്ഷിണവും നടത്തിയേക്കാവേ. അയ്യേ സുഗന്ധി, എടി അങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കാണാൻ ഒരു ഭംഗിയും കാണൂല. അതിനിതൊന്നും ഞാനല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങളല്ലേ? അതൊക്കെ പോട്ട്. നിന്റെ കയ്യിലെ എന്റെ കയ്യില് കുരു. മൂട് കളയില്ലേ സുഗന്ധി? ബിജേട്ടാ, ചുമ്മാരി ചുമ്മാരി ബിജേട്ടാ. സുഗന്ധി, ചുമ്മാരി ബിജേട്ടാ. നിന്റെ കയ്യിലെ ബിജേട്ട പേഴ്സ്. നിന്റെ കയ്യിലെ എന്റെ കയ്യില് നിന്റെ കയ്യില് പറ ബിജേട്ട, എന്റെ കയ്യില് ഒരു 15,000 രൂപ എടുക്കാൻ കാണുമോ? ഞാൻ കാശ് തരില്ല, 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 തരില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ ഞാൻ. കാശിയാടി. താലി കെട്ടി പോലും താലി ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം ആ താലി കാണണമെങ്കിൽ. എന്റെ കൃഷ്ണ, ഒരു പെണ്ണുങ്ങള് കഴുത്തിലിട്ടോണ്ട് നടക്കുന്ന താലി ഒന്ന് കാണണം. ദോശക്കല്ലിന്റെ അത്രയുണ്ട്. ഓ, അത് കാണുമ്പോ എനിക്ക് പൊട്ടിച്ചോണ്ട് ഓടാൻ തോന്നും. ഓടുവടി, നീ ഓടും. എടി, നിന്നെ കെട്ടാൻ വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു നീ നല്ല ഓട്ടക്കാരിയാണെന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞാണല്ലോ? നിന്നെ മാത്രമല്ല, നിന്റെ വീട്ടുകാരെ പറയും. എടി സുഗന്ധി പെണ്ണെ, നീ എന്താണ് അയൽക്കൂട്ടത്തിന് വരാതിരുന്നത്? അയ്യാ, വന്നോണ്ടാലും മതി. അതിനത് അയൽക്കൂട്ടം അല്ലല്ലോ, അഴുക്കക്കൂട്ടങ്ങളല്ലേ. നീ വരാതിരുന്നപ്പോ ആ മോളിപ്പെണ്ണും മഞ്ജുപ്പെണ്ണും നിന്നെ പറ്റി എന്തുമാത്രം കുറ്റം പറഞ്ഞെന്നറിയാവാ? നിനക്കാ വടക്കേലെ വാസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ, തെക്കേലെ വറീതുമായിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്നോ, അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ട്. ആര് വേണോ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, ചേച്ചി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് അത് മതി. സത്യത്തിൽ നിനക്കാ വറീതുമായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാ? എന്താ ഇവിടെ പ്രശ്നം? നിൽക്കുന്നുണ്ടല്ലേ, വിഷമായത്. വിഷം കൂർക്കപ്പാമ്പ് വരെ വിഷം റീചാർജ് ചെയ്യുന്നത് ഇവരുടെ. ആഹാ, ഒരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി ഞാൻ കേറി വന്നപ്പോ നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്ന. ഞാൻ പോണ്. ഇങ്ങനെ അങ്ങ് പോവല്ലേ. സന്തോഷ വർത്തമാനം എന്താന്ന് വെച്ചാ പറഞ്ഞേച്ചും പോ. അത് വേറൊന്നുമല്ല. ഡി സുഗന്ധിയെ, നീ കെട്ടിയ ചിട്ടിയില്ലേ, അത് നിനക്ക് കിട്ടി. ചിട്ടി പൊട്ടിയോ? ഓ, അതല്ലട പൊട്ട, നിന്റെ കെട്ടിയോക്ക് ചിട്ടി കിട്ടിയെന്ന്. ഇങ്ങനെ ഒരു വട്ടൻ. ഞാൻ നിങ്ങളുടെ ചിട്ടിക്കാശ്. അയ്യോ, എന്റെ ചിട്ടി, എന്റെ ചിട്ടി, അയ്യോ എന്റെ ചിട്ടി, എന്റെ ചിട്ടി, അയ്യോ എന്റെ കൃഷ്ണ. ഇനിയെങ്കിലും ആ 15,000 രൂപ ഒന്ന് താടി. 15,000? 15,000 അല്ല, 15,000. വെറും 15,000. 15,000 പോട്ടൊരു ചില്ലി ചിക്കൻ ഞാൻ തരില്ല. ചില്ലി ചിക്കനാ? ചില്ലി കാശ് ഞാൻ തരില്ലാന്ന്. ഇതെനിക്ക് എന്റെ കൃഷ്ണൻ തന്നതാ. ഇവളല്ല, ഇവളുടെ അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടിക്കും. പണിയുണ്ട്. ഹലോ, അല്ലല്ല, കാര്യപ്പെട്ട് രായ സ്പീക്കിംഗ്. എന്താ വിളിച്ച? അളിയ രായ, നീ എത്രയും പെട്ടെന്ന് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി എന്റെ വീട്ടിലോട്ട് വരണം. ശശിന, നിങ്ങളിപ്പോ പോ. അണ്ണ ഉണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്.
വത്സേ, ഞാൻ ദൈവമാണ്. ഷെണ്ണ, നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് ബിജുവണ്ണ ഉണ്ട്, പോയിട്ട് വെള്ളിയാഴ്ച വരും. ദേ ഇങ്ങോട്ട് നോക്കൂ, നാം ശരിക്കും ദൈവമാണ്. അമ്മയാണ്, സത്യമായിട്ട് ഞാൻ കൃഷ്ണനാണ്. സംശയം തൊട്ട് നോക്ക്. ശരിക്കും കൃഷ്ണനോ? ശരിക്കും കൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ. അയ്യോ, അപ്പൊ വന്നൂല്ലേ? കാണാമെന്നൂല്ലേ? ഞാൻ കള്ളനൊന്നും അല്ലത്. കൃഷ്ണൻ, ശരിക്കും കൃഷ്ണൻ. ഓ, എന്റെ കൃഷ്ണൻ. എന്റെ കൃഷ്ണൻ വന്നൂല്ലേ? എന്നെ കാണാൻ വന്നൂല്ലേ? അയ്യോ, ഞാനിത് ആരോടാ ഒന്ന് പറയാ? പറയല്ലേ? അയ്യോ, എന്റെ കൃഷ്ണ, അങ്ങേക്ക് ഞാൻ എന്താ തരേണ്ടത്? വെണ്ണ എടുക്കട്ടെ? വെണ്ണ വേണ്ട, കൊളസ്ട്രോൾ ആണ്. എന്നാൽ അവിലും മലരും. അഖില് മലരുമെങ്കിൽ ഞാൻ ഡൈവ് അടിക്കും. അയ്യോ ബിജുവേട്ടാ, ഒന്ന് ഓടി വാ, നമ്മുടെ വീട്ടിൽ ദൈവം വന്നു. അയ്യോ, ദൈവം വന്നു. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ദേ എന്റെ കണ്ണൻ. നിന്റെ അണ്ണനാ? എവിടെ? അണ്ണനല്ല, കണ്ണൻ. ഓ, കണ്ണു തുറന്നു നോക്ക് മനുഷ്യ, ദാ നിൽക്കുന്നു. നിനക്കെന്തരടി വട്ട? നോക്ക്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നോക്ക്, നിനക്ക് വട്ട്. എന്റെ കൃഷ്ണ, എന്റെ ബിജുവണ്ണൻ അങ്ങേ കാണാൻ കഴിയുന്നില്ലെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഓ, നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അളിയ, നിനക്ക് ശരിക്കും എന്നെ കാണാൻ പറ്റില്ലടേ. ഭവതിയുടെ കുഞ്ഞാടിന് എന്നിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഭവതിയുടെ കുഞ്ഞാടിന് എന്നെ കാണാൻ സാധിക്കാത്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ അവനെ ലേഖ്യം കടന്നു വന്ന സാത്താന്റെ സന്തതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃഷ്ണ, ഗുരുവായൂരപ്പ സ്വത്രം. ഭവതി ഒരു കാര്യം ചെയ്യൂ. ഭവതിയുടെ ദേഹത്ത് സർഫിട്ടുകൊണ്ട്, എന്താന്ന്? തൊട്ടുകൊണ്ട് എന്നെ ദർശിക്കാൻ പറയൂ. അപ്പോ കാണാം. അയ്യോ കൃഷ്ണൻ, അയ്യോ കൃഷ്ണൻ, ഭഗവാനെ. അയ്യോ പോയി, കൃഷ്ണൻ പോയി. കൃഷ്ണ എവിടെ? ഓ, എന്നെ തൊട്ടുകൊണ്ട് നോക്ക് മനുഷ്യ, അപ്പൊ ദൈവത്തെ കാണാം. കണ്ടു 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 കണ്ടു. കൃഷ്ണന് മൊബൈലോ? ഇവിടെ പിച്ചക്കാരന് വരെ മൊബൈലുണ്ട്, പിന്നെന്ത് എനിക്കായ? ഹലോ എടാ, 5 കയ്യാളിന് ഒരു മക്കാടേ ഉള്ളൂ, അതുകൊണ്ട് നീ നോക്കി ചെയ്തോണം. 5 മൈക്കാടോ? ഒരു കയ്യാളോ? 5 കയ്യാള് പഞ്ചപാണ്ഡവര്, മക്കാട് നമ്മുടെ പാഞ്ചാലി. എടാ, പൈസ വൈകുന്നേരം കണ്ണ് കണ്ടുകൂടാത്ത കണ്ട്രാക്കിന്റെ ചോദിച്ചാൽ മതി, തരും. കണ്ട്രാക്കോ? അയ്യോ അയ്യോ, കണ്ട്രാക്കല്ല, സരസ്വതിയെ കിടക്കണ ഋതരാഷ്ട്രത്. അയ്യോ, ദൈവം എന്തോ ഇങ്ങനെ ജഗദീഷിനെ പോലെ ചിരിക്കുന്നേ? ജഗദീശ്വരനാണ്. ദൈവത്തിന് എന്താ വേണ്ടെന്ന് ചോദിക്ക്. ആദ്യമായിട്ട് ദൈവം വീട്ടിൽ വന്ന് കയറിയതാണ്. ചോദിക്ക്. കൃഷ്ണ, അങ്ങക്ക് എന്താ ഇപ്പൊ ഞാൻ തരേണ്ടത്? ഭവതി, പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് കുറച്ച് പണം വേണം. അങ്ങക്ക് പണം വേണമെന്നോ? എത്രയാ വേണ്ടത്? എത്രയാണ് വേണ്ടത്? 15,000. 20,000 രൂപ. 20,000 അല്ല, 15,000. 5,000 എനിക്ക് കമ്മീഷൻ. ശരി, ഞാൻ ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം. അങ്ങനെ ആകട്ടെ മാതേ. വേഗം പോ എടുത്തോണ്ടോ. എടാ, 15,000 ചോദിക്കാൻ പറഞ്ഞപ്പോ നീ 20,000 ചോദിച്ചല്ലടാ. അതൊരു ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. സോറി ശക്തിമാൻ. ആളെ അവള് പറഞ്ഞു. അയ്യോ കൃഷ്ണ, ദാ മതിയോ കൃഷ്ണ? മതി. എന്നാ പിന്നെ നാം അങ്ങോട്ട് പോയിക്കോട്ടെ. കൃഷ്ണ, അങ്ങ് പോവാണോ? എനിക്ക് കണ്ടു കൊതി തീർന്നില്ല. എന്നെ വിട്ടു പോവല്ലേ എന്റെ കൃഷ്ണ. രാധതൻ പ്രേമ ഞാൻ പോവില്ല. ഭക്തി വീട്ടിൽ ഞാൻ പോവില്ല. അമ്മയെ പോവില്ല. കൃഷ്ണൻ പോണം. നീ പോണം. ഭക്തിക്ക് ഭക്തി ഒരുപാട് വന്നു, ഞാൻ പോവില്ല. നീ പോയേ പറ്റൂ. ഡോൺ ബോഡി ടച്ച്. അയ്യോ, ഇനി എനിക്ക് കളിക്കാൻ വയ്യ. ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകളൊക്കെ കെട്ടി. അയ്യോ, എൻ്റെ അടപ്പളവി. അമ്മ,
ഭവതി ഇനി ഞാൻ പോയിക്കോട്ടെ. ഭവതി പൂജാമുറിയിൽ ചെന്ന് നോക്കൂ, എന്റെ തനി കൊണം കാണാം. ഈ തനി സ്വരൂപം കാണാം. വിട തന്നാലും മാതേ, വിട തന്നാലും. അല്ലയാ, ഇന്നാ നീ പറഞ്ഞ പൈസ വേണം. ഇനി എന്റെ 5000 5000 ഏത് വകയില്? അതെന്തൊരു സംസാരോടെ? എന്റെ കമ്മീഷൻ 5000 രൂപയ്ക്ക് നീ എന്തോന്ന് അഭിനയിച്ചേ? എന്തോന്ന് അഭിനയിച്ചെന്നാ? എടാ ഇതിന്റെയൊക്കെ വാടക കൊടുക്കണോന്ന്. കോസ്റ്റ്യൂം, തൊപ്പി, വീണ, എന്തോന്ന് ഗിറ്റാർ, ഏത് ഊത്ത്. ആര്? ഞാൻ. എടാ ഇതിന്റെയൊക്കെ പൈസ കൊടുക്കണം. നീ പൈസ ആടേ. ഓക്കെ, എല്ലാം കൂടെ പിടിച്ചോ. ഒരു 100 രൂപ കൊണ്ടുപോയി ഷൈൻ ചെയ്. 100 രൂപ? എടാ 5000 രൂപ താടാ. 5000 ഗുണവാ ഒരാഴ്ച. അപ്പൊ നീ തരൂലല്ലേ? നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ. 500, 1000. காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணി മണി. സുഗന്ധി, എടി സുഗന്ധി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇന്ന് ദൈവം വന്നതിന്റെ ചെലവായിട്ട് എടി നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എടി സുഗന്ധി. എടി നിന്നെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. എടി നിന്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ? എടി കൈ കിടന്ന വള എവിടെ? എടി നിന്റെ കമ്മൽ എവിടെ? കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് മാത്രം ദർശനം കിട്ടിയുള്ളൂ, വേറെ ആരും കണ്ടില്ല. എന്റെ കൃഷ്ണ. ഓ, നിന്ന് നവ്യാനാരി കളിക്കാതെ കാര്യം പറയടി. അയ്യോ, അത് വേറൊന്നുമല്ല. നിങ്ങൾ പോയതിന്റെ പിന്നാലെ ദൈവം വീണ്ടും അടുക്കള വാതിൽ ഒന്നും കൂടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പാവം ദൈവം നേരത്തെ കൊടുത്ത പണം തികഞ്ഞില്ല, ഇനിയും കുറച്ചുകൂടി പണം വേണോന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്ത്? എന്റെ മാലയും വളയും കമ്മലും മോതിരവും ഞാൻ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ച്. പാവം ദൈവം അല്ലേ അണ്ണാ? കരിപ്പട്ടിനായോ?